ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ കാടും മലയും കയറി പോന്നിക്കാണ് കേട്ടോ. ഇന്ന് കാക്കൂന് ഇത്തിരി കുറവുണ്ട്. പിന്നെ അപ്പോൾ എണ്ണ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മളെ റിതുവാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മുപ്പര് പണിക്കൊന്നും പോയിട്ടില്ല. പിന്നെന്താ കണ്ടോ തെച്ചി. എല്ലാതൊന്നും ഞാൻ കാണിച്ചു തരൂല. കുറച്ച് ഐറ്റംസുകളൊക്കെ അതിൽ ചേർക്കണ. തെച്ചിയൊക്കെ നമ്മള് തെച്ചിന്റെ വേരൊക്കെ നന്നായിട്ട് ചേർക്കൂട്ടോ. വേരും വേണം, മരവും വേരും ഒക്കെ വേണടാ. തെച്ചിന്റെ എല്ലാ സാധനവും ഔഷധം തന്നെയാണ്. പിന്നെന്താ വിശേഷം? ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലാട്ടോ. നമ്മള് ഇതിന് വന്നാണ്. കുറച്ചും കൂടി നമ്മള് 20 സാധനങ്ങൾ അതിൽ ചേർക്കലുണ്ട് കേട്ടോ. 22 സാധനങ്ങളൊക്കെ ചേർക്കലുണ്ട്. ഇല, പിന്നെ അതുപോലെ വേര്, കറ്റാർവായൻ്റെ ജെല്ലിലാണ് അടിച്ചെടുക്കണമെന്നൊക്കെ അറിയില്ലേ. കുറച്ച് സാമഗ്രന്ഥികൾ ഞാൻ പറഞ്ഞു തരൂല, സീക്രട്ടാണ്. പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു എല്ലാവരും, എന്താ റിഷത്താ പറഞ്ഞേരി പറഞ്ഞുകണ്ട്. അപ്പം നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഒക്കെ റാത്തായി പോട്ടെ കേട്ടോ. പിന്നെ കാക്കൂന് മെഡിസിനൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ കിടത്തിക്കാണ് കേട്ടോ. പിന്നെ ആയുർവേദം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു മക്കളെ. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നാണ് പറഞ്ഞു തരിച്ചു കേട്ടോ. ആയുർവേദം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യോണ്ടിട്ടോ എല്ലാവരും. ഭയങ്കര കാറ്റാട്ടോ ഇവിടെ. ഒരു കുന്നിൻ ചെരുവാണ്. അപ്പോൾ ഇവിടേക്കൊക്കെയാണ് നമ്മളെ മരുന്നുകളൊക്കെ എടുക്കാൻ പോരല്ലോ കേട്ടോ. നമ്മൾ റിതു അവിടെ ഭയങ്കര കഠിനമായ ശ്രമത്തിലാണ്. ഓനറിയാം കേട്ടോ, കുറച്ച് മെഡിസിനൊക്കെ ഓനറിയാം. നമ്മൾ സ്ഥിരം ചെയ്യണല്ലേ. കാക്കൂൻ്റെ ഒപ്പം പോന്നിട്ടേ കാക്കു അങ്ങനെ പറിക്കാനൊക്കെ പോരലുണ്ട്. കാക്കു ഓന് തന്നെയാണ് മലയിലൊക്കെ വന്നുകാണ്ട് സാധനം എടുക്കൽ കേട്ടോ. നമ്മളെ വേരുകളും ഇലകളൊക്കെ ഇവിടെ വന്നുകാണ്ട് എടുക്കൽ ഓല തന്നെയാണ്. ചിലപ്പോൾ ഞാൻ പോരും. പിന്നെ എന്താ മഞ്ഞപ്പിത്തത്തിന് പച്ചമരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു തരുകൊണ്ട് കേട്ടോ. അതിന് കാര്യമായിട്ട് ഇംഗ്ലീഷ് മെഡിസിനൊന്നും ഇല്ല നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ഇൻഫെക്ഷന് നമ്മളെ ലിവർ ഇൻഫെക്ഷനും പിന്നെ ലെൻസിന് ഇൻഫെക്ഷനും ആയിട്ടാണ് നമ്മൾ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ കാക്കൂനെ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ആ ബ്ലഡ് ക്ലോട്ടാണൊക്കെ. പിന്നെ കാര്യമായിട്ട് നമുക്ക് ആയുർവേദത്തിൽ തന്നെയാണ് അതിൻ്റെ ചികിത്സ അല്ലേ. അപ്പോൾ അറിയണോലൊക്കെ ഒന്ന് എൻ്റെ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുകൊണ്ട് വാട്സപ്പ് ചെയ്താൽ മതി. കുറേ ആൾ വിളിച്ചുമ്പോൾ നമുക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് പറഞ്ഞു തരുകൊണ്ടിട്ടോ. ഒന്ന് എവിടെ ദൂരമൊന്നും കഴിയില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാം നമുക്ക്. പിന്നെ എന്താ അറിയുമോ, പപ്സും ചായയൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലേ ചായ കുടിച്ച് ഞാൻ പെരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചായ ഉണ്ടാക്കാൻ ഒഴിവന്നെ കിട്ടിയിട്ടില്ല കേട്ടോ മക്കളെ. അപ്പോൾ ബേബിയാളെ 2 ആളെയും ഉറക്കി. നേരെ വെളുത്ത ഒരു ഒഴിവുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഓല ഉറക്കിക്കാണ്ട് ഞാൻ റിതുവിനോട് അറിഞ്ഞു നമുക്ക് എന്നാൽ വാങ്ങാൻ ഉണ്ടാക്കാൻ സാധനം കൊണ്ടുവരാൻ പോവാറുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കി കുത്തിറക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ അതുണ്ടുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നേരെ പോണ വൈജ് കാണൂല. അപ്പോൾ വൈക്കുന്ന 2 ആളും ചായ കുടിച്ചിട്ടോ. കേക്ക് ഉണ്ടാവാതെ ചെയ്യുമ്പോൾ കേൾക്കൂലേ. കാറ്റ് കേൾക്കും അതില്. കാറ്റിന് വെച്ചാടാ തെച്ചിക്കായി ഒക്കെ അയിമല് അണ്ടൊക്കെ അയിമ തെച്ചിക്കായി അത് തിന്നോടാ. നല്ല ടേസ്റ്റാണ്. മധുരണ്ടോ? പണ്ടൊക്കെ തെച്ചിക്കായി പറിച്ച് കണ്ട് തിന്നിരുന്നടാ. നല്ല ടേസ്റ്റാ. സ്കൂളിൽ പോകുമ്പോഴേ ചുള്ളിക്ക തെച്ചിക്കായി വേരെടുക്കടാ. കത്തി കൊടുത്തിട്ടില്ല. പിന്നെന്താ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങള്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പിന്നെന്താ മക്കളെ, റിഷാമൊയ്ത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്നാണ് ലൈക്ക് ചെയ്യോണ്ടി, സബ്സ്ക്രൈബും ചെയ്യോണ്ടി കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മക്കളെ കണ്ടോ പുഴ. അത് പുഴയാട്ടോ. നമ്മളെ പുഴയാണ് ഒഴുകി പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേ കാണും. പിന്നെ റിതുകുട്ടി അതാ പറിച്ചു കൊണ്ടിരിക്കണുണ്ട്.
കുറച്ചും കൂടി സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഇതോ അവിടെ എവിടെയെങ്കിലും പോയി നോക്കല്ലേ. മുത്തമ്മാൻ്റെ അടുത്ത് അവിടെ പോയേക്ക. കുറച്ച് കിയാർനെല്ലി വേണം, കിയാർനെല്ലി അരച്ചുകൊണ്ട് കൊടുക്കണം. പിന്നെ ദീക്ക് ഇനിയും വേണം ഇലകൾ, കുറേ ഇലകൾ വേണം. നമുക്ക് അവിടെ പോവാം. ഇതൊക്കെ കാടും മലയും കയറി ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്ക് പറയാം യൂട്യൂബിലല്ലേ ഇതോ കുറേ കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ വലിയതാവുമ്പോഴേ വലിയ നിലയിലൊക്കെ എത്താൻ ദുആ ചെയ്യേണ്ടിട്ടോ. അപ്പം നിങ്ങളിങ്ങനെ പറയാം ആ പാത്തും ആ മലയും കുന്നും കയറിക്കാണ്ട് വെളിച്ചെണ്ണയും ഓയിലും ബണ്ണും വിറ്റ് നടന്നതിനൊരു കാലം ഉണ്ടായിന്ന് പറയും നിങ്ങൾ. അപ്പോൾ ശരിയാവും, എല്ലാം റെഡിയാവും. നടത്തോനല്ലേ വലുത് പപ്പും ചായ ഇനിയും മാണ്ടി വരൂല. ഒരു പേര് വെച്ചപ്പോ ഇനിയും 14-15 പേര്. ഞാൻ പറയാ ചുണ്ടല് തേങ്ങ കരണ്ട് തിന്ന മാതിരി അങ്ങോട്ട് നോക്കിയ മല തുഴന്ന് തിന്നതും ഇതൊക്കെ പാടെ പൊളിഞ്ഞവിടെ രക്ഷപ്പെട്ടില്ലല്ലോ. നമ്മളെ പഴയ പേരന്റെ അവിടെയാണ് കേട്ടോ. അത് കണ്ടോ മക്കളെ ഞങ്ങള് നമ്മളെ പഴയ പെരീക്കണതുള്ള അല്ലേ. അതൊക്കെ പാടെ പൊളിഞ്ഞാടിയാടി നേരെ പെരീക്ക നടക്കി നൂതമാനെടുക്കണ്ടേ. എല്ലാരോടും വീഡിയോ ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും. എല്ലാരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യ്. എന്നാലും അടുത്ത മാസം ഏണിങ്സ് കിട്ടുള്ളേ. നടക്കി ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. നടക്കി ഇപ്പാ വിളിച്ചു. ഞാനിപ്പാക്ക് വിളിച്ചാൽ മതി. ഇനി എണ്ണ ഉണ്ടാക്കണം, എണ്ണ വിറ്റിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ. അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ കൊടുന്നു. അമ്മമാരുടെ വക ഒരു പായക്കോല ഉണ്ട് കേട്ടോ. അവിടെ പോയപ്പോ വായക്കോല അത് മൂത്താപ്പാന്റെ ആണ്. മൂത്താപ്പാന്റെ പോത്തുടിയില്ല, പച്ചയാണ്. തമ്മീഞ്ച ബണ്ണൊക്കെ നടക്കണു. ബണ്ണൊക്കെ എന്താ നടക്കണു കൊണ്ടുവച്ചാ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ എന്നുള്ളൂ. പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇനിയിപ്പൊ നന്ദിക്ക് നേരം കൊടുക്കോളം തന്നെ പണി കേട്ടോ, എണ്ണ ഉണ്ടാക്കുക. അപ്പൊ ഇതിലൊക്കെ കുറെ സാധനങ്ങളുണ്ട്. ഒന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ. മുട്ടായിക്കല്ല ഞാൻ പോയിന്, എണ്ണ ഉണ്ടാക്കണ ഇലക്കാൻ ഞാൻ പോയിന്. ഇലക്കും പേരും ചായക്ക് കടിയില്ല. പയതാ പയ ഇനി പോയിട്ടത് തിന്നാ ചായ കടയുണ്ട്. അപ്പൊ കൊല ഇതിന്റെ കൊല എന്തൊരു കൊല ഏത് കൊണ്ടം കൊല പഴുത്ത രസം ഉണ്ടാവില്ല കേട്ടോ. ഒരു പഞ്ചാര പഴമായിരിക്കും പഴുത്താല്. കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെന്താ ഉമ്മാനെ മുത്തുമണിയോളം ഞാൻ കടിയൊന്നും കൊടുത്തിട്ടില്ല. ചായക്ക് കടിയെല്ലാം കൊടുക്കുന്നത്. പോയി കൊണ്ട് ഇതെടുക്കാടാ. കുട്ടികൾക്ക് ചായക്കടി എന്തേലും കൊടുത്തോട്ടാ. കൊടുന്ന് ആ പെണ്ണുങ്ങളും അങ്ങനെ പിടിക്കൂല. പിന്നെ മക്കളെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അസ്സലാമു അലൈക്കും. മോളെ ചായക്ക് വെള്ളം വെച്ചോടി.